ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ളോഗ്. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ കരിമീൻ പൊള്ളിച്ച റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് കരിമീനും മസാല തേക്കാനുള്ള കൂട്ട് റെഡിയാക്കാം. അതിന് വേണ്ടി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി മുളക് പേസ്റ്റ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, സുക്ക, ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളം ചേർത്ത് പേസ്റ്റ് പോലെ നന്നായി മിക്സ് ചെയ്ത് നമുക്ക് കരിമീനിലേക്ക് മസാല പുരട്ടി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ശേഷം ഗ്രേവിയിലേക്കുള്ള സാധനങ്ങൾ റെഡിയാക്കാം. 1 കപ്പ് ചെറിയ ഉള്ളി, ഒരു വലിയ സവാള, 3 തക്കാളി അരിഞ്ഞു വെക്കാം. പിന്നെ നമുക്ക് മീൻ ഷാലോ ഫ്രൈ ചെയ്ത് എല്ലാം മാറ്റി വെക്കാം. അങ്ങനെ കരിമീൻ്റെ 2 ഭാഗവും മറിച്ചിട്ട് ഷാലോ ഫ്രൈ ചെയ്ത് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് പൊരിച്ച അതേ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് മസാല ഗ്രേവി റെഡിയാക്കാം. വെളിച്ചെണ്ണ പാനിൽ ചുറ്റിച്ച് നന്നായി ചൂടായതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച ചെറിയുള്ളി, വലിയുള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണിത്. അതിൽ ചെറിയുള്ളി വാനിലോട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കാം. അങ്ങനെ ചെറിയുള്ളി ലൈറ്റ് ബ്രൗൺ ആയ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ഒരു വലിയ സവാള ഇട്ട് കൊടുക്കാം. സവാളയെ മുഴുവൻ ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. ശേഷം നമുക്ക് പേസ്റ്റാക്കി ഇഞ്ചി, വെളുത്തുള്ളി, മുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സാക്കാം. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് നന്നായി മിക്സ് ചെയ്യാം. ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. ശേഷം അതിലേക്ക് കരിമീനിൽ കായം തേച്ച അതേ മസാല ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. പിന്നീട് ഈ മസാല നമുക്ക് ഒരു പാനിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ച മീൻ ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ മീനും ഇട്ട് ചെറുതായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ മേലേക്ക് ബാക്കി വന്ന തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്നുകൂടെ വറ്റിച്ചെടുക്കാം. അങ്ങനെ വറ്റി വന്നതിന് ശേഷം നമുക്ക് മേലെ കുറച്ച് കരിവേപ്പില ഇട്ട് മാറ്റി വെക്കാം. ഇനിയാണ് മെയിൻ പരിപാടി, വാഴൻ്റെ ഇലയിൽ പൊതിയാനുള്ള മെയിൻ പരിപാടി. അതിന് വേണ്ടി നമുക്കൊരു മീൻ എടുത്ത് വാഴൻ്റെ ഇലയിൽ വെച്ച് അതിലുള്ള കുറച്ച് മസാല മേലെ ഇട്ടിട്ട് നമുക്ക് പൊതിയാൻ തുടങ്ങാം. എനിക്ക് പൊതിയണതാണ് കുറച്ച് റിസ്ക് ആയിട്ടുള്ളത്. എനിക്ക് പൊതിയാൻ അത്രയ്ക്ക് അറിയില്ല. നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പൊതിഞ്ഞെടുക്കാം. പൊതിയണതൊന്നും നോക്കാൻ നിൽക്കണ്ട, അത് കറക്റ്റാണോ എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഒരു മട്ടത്തിന് പൊതിഞ്ഞതാണ് ഇത്. നമുക്ക് 1-2 ഇലയൊക്കെ എടുത്തുക്കണം പൊതിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ പൊതിഞ്ഞ് നമ്മൾ വാഴൻ്റെ നാരയിട്ട് കെട്ടി എടുക്കാം. പിന്നെ ഈ കരിമീൻ എവിടെ നിന്ന് കിട്ടി നമ്മൾ പറഞ്ഞില്ലല്ലോ. ഇത് സ്പെഷ്യൽ കരിമീനാണ്. നമ്മൾ ഫ്രഷോടെ പിടിച്ച ഫ്രഷോടെ പിടിച്ച കരിമീനാണിത്. ആ കരിമീൻ കൊണ്ട് നമുക്ക് ഉഷാറ് കരിമീൻ പൊള്ളിച്ചത് ഉണ്ടാക്കി സർപ്രൈസ് കൊടുക്കാം. അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഒരുവിധം കെട്ടിക്കഴിഞ്ഞിരിക്കണം. വാഴൻ്റെ നാരയിട്ട് കെട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു ചന്തൊക്കെ ഉണ്ട് കാണാൻ. കുഴപ്പമില്ല, രസമുണ്ട്. അങ്ങനെ നമുക്ക് എല്ലാ മീനും ഇതുപോലെ പൊതിഞ്ഞെടുക്കാം കേട്ടോ. അങ്ങനെ പൊതിഞ്ഞെടുക്കണതിൻ്റെ ഇടയിൽ നമ്മളെ സർപ്രൈസ് പൊളിഞ്ഞു. നമ്മളാൾ ഇവിടെ എത്തി ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങി.
സർപ്രൈസ് പൊളിഞ്ഞാലെന്താ ഒന്നും സംഭവിക്കാത്ത മാതിരി നമുക്ക് പൊതിയ. അങ്ങനെ ബാക്കിയുള്ള എല്ലാം നമുക്ക് പൊതിഞ്ഞ് ഇങ്ങനെ എടുക്കാം കേട്ടോ. വെറുതെ ചോദിക്കണ്ടായിരുന്നു, വെറുതെ പറഞ്ഞ കേട്ടോ. ഇവിടെ പൊതിയാനും പൊള്ളിക്കാനൊന്നും നേരമില്ല. അവിടെ അതിൽ നിന്ന് പീസെടുത്ത് കഴിക്കാൻ തുടങ്ങി. നമുക്ക് ഇനി പൊതിഞ്ഞ് വെച്ചത് നമുക്ക് പൊള്ളിച്ചെടുക്കാം കേട്ടോ. ഇനി പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കണ്ട് നമുക്ക് തിരിച്ചും മറിച്ചിട്ട് പൊള്ളിച്ചെടുക്കാം. സർപ്രൈസ് പൊളിഞ്ഞെങ്കിൽ എന്താ, നമുക്ക് ബാക്കി പൊള്ളിച്ചെടുക്കാം. പക്ഷേ ടേസ്റ്റ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി കരിമീൻ പൊള്ളിച്ചതായിരുന്നു ഇത്. പിന്നെ നമുക്ക് ഇനി ഓപ്പണിംഗ് ടൈമാണ്. ഓപ്പൺ ചെയ്ത് നോക്കാം പൊള്ളിച്ചതിന് ശേഷം. എന്നിട്ട് നമുക്ക് പൊള്ളിച്ചതിൻ്റെ രുചി നോക്കാം. നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. നല്ല അടിപൊളി നല്ല ടേസ്റ്റുള്ള കരിമീൻ പൊള്ളിച്ചതായിരുന്നു കേട്ടോ. ഇവിടെ ഒരു മീൻ പോലും തിന്നാത്ത ആളാണ് ഈ കരിമീൻ പൊള്ളിച്ചത് നന്നായിട്ട് തിന്നി. അപ്പോൾ കരിമീൻ പൊള്ളിച്ച വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.